2026 സ്വർണത്തിന്റെ വില 2 ലക്ഷം രൂപയാകുമോ എന്ന ചോദ്യം ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ആഗോളതലത്തിലും ആളുകൾ ഏറെ കൗതുകത്തോടെ നോക്കുന്ന ഒരു വിഷയമാണ്. അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫുകളും ഡോളറിന്റെ മൂല്യത്തിൽ വരുന്ന മാറ്റങ്ങളും ആഗോള സാമ്പത്തിക അസ്ഥിരതയും എല്ലാം ചേർന്നപ്പോൾ സ്വർണവിലയിൽ വലിയ ചലനങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. 2026 ജനുവരി 1 24 കാരറ്റ് സ്വർണത്തിന്റെ വില 1 ഗ്രാമിന് ഏകദേശം 13,315 ആയിരുന്നെങ്കിൽ വെറും 18 ദിവസത്തിനുള്ളിൽ അത് 14,255 ആയി. അതായത് 7% വർധനയാണ് ഉണ്ടായത്. ഇതൊരു താൽക്കാലിക വർധനയാണോ അല്ലെങ്കിൽ ദീർഘകാല ട്രെൻഡിന്റെ ഭാഗമാണോ എന്നതാണ് പ്രധാന ചോദ്യം. ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞ 5 വർഷത്തെ സ്വർണ്ണവില പരിശോധിക്കാം. 2020 10 ഗ്രാം സ്വർണത്തിന്റെ വില ഏകദേശം 48,651 ആയിരുന്നു. 2025 ആകുമ്പോഴേക്കും അത് 1,33,195 ആയി മാറി. അതായത് വെറും 5 വർഷത്തിനുള്ളിൽ 170% വളർച്ച. ഇത്രയും വലിയ വർധനയ്ക്ക് പിന്നിൽ പ്രധാനമായും അമേരിക്ക പലിശ നിരക്ക് കുറച്ചതും ബാങ്ക് നിക്ഷേപങ്ങളും ബോണ്ടുകളും ആകർഷകത്വം നഷ്ടപ്പെടുന്നതുമാണ്. അതിന്റെ ഫലമായി ഇൻവെസ്റ്റർമാർ കൂടുതൽ സുരക്ഷിതമായ ഒരു ഓപ്ഷനായ സ്വർണത്തിലേക്ക് തിരിഞ്ഞു. അതുപോലെ തന്നെ RBI ഉൾപ്പെടെ ലോകത്തെ സെൻട്രൽ ബാങ്കുകൾ ഓരോ വർഷവും 1000-ലധികം ടൺ സ്വർണം വാങ്ങുന്നുണ്ട്. ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനുമാണ് ഇത് ചെയ്യുന്നത്. ഇതിലേക്ക് കൂടി ആഗോള രാഷ്ട്രീയ പ്രശ്നങ്ങളും യുദ്ധങ്ങളും വന്നപ്പോൾ സ്വർണം ഒരു സേഫ് ഹെവൻ ഇൻവെസ്റ്റ്മെന്റ് ആയി മാറി. ഇന്ത്യൻ സാഹചര്യത്തിൽ നോക്കിയാൽ രൂപയുടെ മൂല്യം ഡോളറിനെ അപേക്ഷിച്ച് കുറയുന്നതും വിവാഹ സീസണുകളിലെ സ്ഥിരമായ ഡിമാൻഡും സ്വർണത്തിനുള്ള സാംസ്കാരിക പ്രാധാന്യവും വില കൂടാനുള്ള പ്രധാന കാരണങ്ങളാണ്. നമ്മുടെ നാട്ടിൽ സ്വർണം ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി മാത്രമല്ല, ഒരു വിശ്വാസവും അഭിമാനവുമാണ്. ഇനി ലോകത്തിലെ വലിയ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം. JP മോർഗൻ പറയുന്നത് 2027 ആകുമ്പോഴേക്കും 1 ഔൺസ് സ്വർണത്തിന്റെ വില $5,400 വരെ എത്താമെന്നാണ്. ഇതിന്റെ ഇന്ത്യൻ കണക്കിൽ 2026 അവസാനം 10 ഗ്രാം സ്വർണത്തിന്റെ വില ഏകദേശം 1,60,000 ആയേക്കാം. ഇതിലേക്ക് ഇറക്കുമതി തീരുവ, ലോക്കൽ പ്രീമിയം, രൂപയുടെ മൂല്യ തകർച്ച എന്നിവ കൂടി ചേർത്താൽ 1,85,000 മുതൽ 2,10,000 വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്ന് അവർ വിലയിരുത്തുന്നു. അതായത് 2 ലക്ഷം തൊടാൻ സാധ്യതയില്ലെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഇതൊരു പ്രഡിക്ഷൻ മാത്രമാണ്, ഗ്യാരണ്ടി അല്ല. വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റുകൾ വൊളറ്റൈൽ ആവുകയും പലിശ നിരക്ക് കുറയുകയും ഡോളറിന്മേലുള്ള ആശ്രയം കുറയുകയും ചെയ്താൽ സ്വർണ്ണവില 5 മുതൽ 30% വരെ കൂടാൻ സാധ്യതയുണ്ടെന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ 2026 അവസാനമാകുമ്പോൾ 1,75,000 മുതൽ 2 ലക്ഷം വരെ സ്വർണ്ണവിലയെത്താം. അതേസമയം ഡോളർ പെട്ടെന്ന് ശക്തമാകുകയും അമേരിക്ക പലിശ നിരക്ക് വീണ്ടും വർദ്ധിപ്പിക്കുകയും സ്റ്റോക്ക് മാർക്കറ്റുകൾ ശക്തമായി മുന്നേറുകയും ചെയ്താൽ 5 മുതൽ 20% വരെ സ്വർണ്ണവില കുറയാനും സാധ്യതയുണ്ട്. അതിനാൽ സ്വർണ്ണവില കുറയാനും കൂടാനും സാധ്യതകളേറെയാണ്. ഷോർട്ട് ടേമിൽ വിലയിൽ അപ്സും ഡൗൺസും സാധാരണമാണ്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് മുഴുവൻ പണം സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിയായ തീരുമാനമല്ല. സ്വർണം എപ്പോഴും ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോയുടെയും ഭാഗമായിരിക്കണം. ഈ വീഡിയോ വിദ്യാഭ്യാസപരമായ ആവശ്യത്തിനുള്ളതാണ്, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം തേടുന്നത് നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. സ്വർണ്ണവിലയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റായി എഴുതൂ. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.